1 3 5 7 9 എന്ന് തുടരുന്ന ഒരു സമാന്തര ശ്രേണിയുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 10ാം വരിയിലെ ഫസ്റ്റ് ടേം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സമാന്തര ശ്രേണി ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തേക്കാണ് അല്ലേ. ആദ്യത്തെ വരിയിൽ ഒരു ടേം, രണ്ടാമത്തെ വരിയിൽ 2 ടേം, മൂന്നാമത്തെ വരി 3 ടേം. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരി 10 ടേം, 50ാമത്തെ വരി 50 ടേം ഉണ്ട്, 50 പദങ്ങളുണ്ടെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഈ ചോദ്യം ചെയ്യാനുള്ള ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നാമത്തെ വരിയിൽ ഒരു ടേം ഉണ്ട്, രണ്ടാമത്തെ വരി 2 ടേം ഉണ്ടെങ്കിൽ 10ാമത്തെ വരിയിൽ 10 ടേം ഉണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടൈമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വരിയിലെ ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 2 കൂട്ടിയാൽ മതി, 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടൈം കിട്ടും അല്ലേ. സോ 15ാമത്തെ വരിയിലെ ഫസ്റ്റ് ടൈമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 14ാമത്തെ വരിയിലെ ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് 1 തൊട്ട് 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടൈമാണ്, നമ്മൾ 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടൈമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടൈമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യേണ്ടത് 1 തൊട്ട് 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 തൊട്ട് 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണോ അതായിരിക്കും അത്രയും ടൈം ഇതിനകത്ത് മൊത്തം ഉണ്ട് അല്ലേ. കാര്യം എന്താ, ഇവിടെ ഒരു ടൈം, ഇവിടെ ഇപ്പോൾ 2 ടൈം, ഇപ്പോൾ മൊത്തം 3 ടൈമായി. 3 3 6 ടൈം, 6 4 10 ടൈം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 9 വരിയിലും കൂടെ ആകെ എത്ര ടൈം ഉണ്ടെന്ന് ചോദിച്ചാൽ 1 തൊട്ട് 9 വരെ കൂട്ടിയാൽ മതി. 1 തൊട്ട് 9 വരെ കൂട്ടാൻ n × n+1/2 n 9 എന്നിട്ട് കൊടുത്താൽ മതി അല്ലേ. എന്നാൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനിൽ അപ്പോൾ 9 × 10/2 90/2 45 ടൈം ഉണ്ട്. അപ്പോൾ 9 വരിയിലും കൂടെ ആകെ 45 ടൈം ഉണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അപ്പോൾ ബീജഗണിത രൂപം എഴുതാനുള്ള ഇക്വേഷൻ എന്താണ്? dn + f - d അല്ലേ. ഡി എത്രയാണ്? 2 ആണ്. അപ്പോൾ 2n + f - d, അതായത് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് 1 - 2 -1 ആണ്. അപ്പം 2n - 1 ആണ് ഇതിൻ്റെ എന്ത് ഓൾജിബ്രായിക്ക് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇനി നമ്മൾ ഈ 2n - 1ൽ എന്നിന് പകരം 45 എന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ 45ാമത്തെ ടൈം, അതായത് 9ാമത്തെ വരിയിലെ ലാസ്റ്റ് ടൈം ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 2 × 45ാമത്തെ ടൈം, അതായത് 45 അവിടെ ഇട്ട് കൊടുത്താൽ -1, 2 × 45 എത്രയാണ്? 90. 90ൽ നിന്ന് പോയാൽ 89. അപ്പം ഈ ശ്രേണിയിലെ 9ാമത്തെ വരിയിൽ ലാസ്റ്റ് വരുന്ന ടൈം 89 ആണ്. എങ്കിൽ നമുക്ക് 10ാമത്തെ വരിയിലെ ആദ്യത്തെ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? 89ൻ്റെ കൂടെ ഒരു 2 കൂടെ കൂട്ടിയാൽ 91 ആയിരിക്കും 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടൈം. ഇനി ഇവിടെ തുക കാണാനും ചോദിക്കാനുണ്ട്. ഈ ഇതിൻ്റെ 10 വരിയിലും കൂടെ ആകെ എത്ര ടൈം ഉണ്ടെന്നോ 9 വരിയിലും കൂടെ ആകെ എത്ര ടൈം ഉണ്ടെന്നോ ഒക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം അല്ലെ. ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് സമ്മും നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. n/2. അപ്പോൾ 9 വരിയിലും കൂടെ എത്ര ടൈം ഉണ്ട്? 45 ടൈം ഉണ്ട്. അപ്പോൾ 9 വരിയിലെ സമ്മാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചോ. അപ്പം 9 വരിയിലും കൂടെ ആകെ 45 ടൈം ഉണ്ട്. സോ 45/2 × x1 1 പ്ലസ് ലാസ്റ്റ് ടൈം, അതായത് 9ാമത്തെ വരിയിൽ ലാസ്റ്റ് വരുന്ന ടൈം, അത് എത്രയാണ്? 89. സോ 45/2 × 90. 90ഉം 2 കൂടെ വെട്ടിയാൽ എത്ര വരും? 45 ഇവിടെ വരും. 45 × 45 ആയിരിക്കും അവിടുത്തെ സമ്മ് തുക.